എല്ലാവർക്കും നമ്മുടെ സ്വന്തം ചാനലായ മല്ലു സോളോ ട്രിപ്പറിലേക്ക് സ്വാഗതം. എൻ്റെ ലൈഫിലെ ആദ്യത്തെ ട്രാവൽ വ്ലോഗാണിത്. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ഈ വീഡിയോ പൂർണ്ണമായി കാണാൻ ശ്രമിക്കണം. ഇറ്റ്സ് എ റിക്വസ്റ്റ്. കാരണം വ്ലോഗ് ചെയ്യുന്ന എന്നെക്കാളും അറിവ് സ്ഥിരമായി വ്ലോഗ് കാണുന്ന പ്രേക്ഷകർക്കായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സജഷൻസ് എൻ്റെ തുടർന്നുള്ള വ്ലോഗ് ഇംപ്രൂവ് ചെയ്യാൻ എന്നെ സഹായിക്കും. സോ പ്ലീസ് ഒരു ചെറിയ പരിചയപ്പെടുത്തലാവും. എൻ്റെ പേര് ഫൈസൽ. എറണാകുളത്താണ് താമസം. ഇപ്പം ഇത്രയും മതി, കാരണം എന്നെ പരിചയപ്പെടുത്തലല്ലോ പ്രധാനം. ഞാനൊരു ട്രാവൽ വ്ലോഗ് ചെയ്യണമെന്ന് തീരുമാനിച്ചപ്പോൾ ആദ്യം വന്ന ചോദ്യം എവിടുന്ന് തുടങ്ങണമെന്നാണ്. ഇന്ത്യക്ക് പുറത്ത് ഞാൻ ചിന്തിച്ചിട്ടില്ല, പക്ഷേ നമ്മുടെ കേരളത്തിന് പുറത്ത് അത് ഞാനൊരു പ്ലാനിംഗ് ഒക്കെ നടത്തി. ഒന്നുകൂടി ഇരുത്തി ചിന്തിച്ചപ്പോൾ തോന്നിയത് ഞാനൊരു 80 കിഡാണ്. അപ്പോൾ പ്രായം ഏകദേശം മനസ്സിലായി കാണുമല്ലോ. എൻ്റെ ഈ പ്രായത്തിനിടയിൽ കേരളത്തിൽ തന്നെ ഞാൻ കാണാത്ത എത്ര ജില്ലകളുണ്ടെന്നറിയോ? തിരുവനന്തപുരം, കണ്ണൂർ, കാസർഗോഡ്, വയനാട്, മേൽപ്പറഞ്ഞ സ്ഥലങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. പെട്ടെന്ന് മനസ്സിൽ വന്ന ജില്ലകൾ പറഞ്ഞെന്നുള്ളൂ, ഇതിനേക്കാളും കൂടുതലാണ് ലിസ്റ്റ്. അതുകൊണ്ട് നമ്മുടെ സ്വന്തം നാട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. കേരളം ഫിക്സ്. ഇനി കേരളത്തിലെവിടെ? നോ ഡൗട്ട് കൊച്ചി. കൊച്ചി ഞാനിതുവരെ കാണാത്ത സ്ഥലമായതുകൊണ്ടല്ല കൊച്ചിയിൽ നിന്ന് തുടങ്ങാമെന്ന് പറഞ്ഞത്. ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള സ്ഥലം കൊച്ചി തന്നെയാണ്. കൊച്ചിക്കൊരു പ്രത്യേകതയുണ്ട്. ഒന്ന് കണ്ട വീണ്ടും കാണാൻ തോന്നും. വൈപ്പിനിൽ നിന്നുള്ള ജങ്കാർ യാത്ര, അത് ഞാൻ മനഃപൂർവ്വം തിരഞ്ഞെടുത്തൊരു റൂട്ടാണ്. ദൂരം ലാഭിക്കാനല്ല കേട്ടോ. ജങ്കാറിൽ യാത്ര ചെയ്യുന്നൊരു പ്രത്യേക രസമാണ്. ആ ഓളത്തിനനുസരിച്ചിട്ടുള്ള ഒരു അനക്കമൊക്കെ ഉണ്ടാവും ജങ്കാർ. ഞാനീ പോകുന്ന ദിവസം മഴയുള്ള ദിവസമാണ്, അതുകൊണ്ട് തന്നെ തിരക്ക് കുറച്ച് കുറവാണ്. ചിലപ്പോൾ ഈ 4 വീലറിനൊക്കെ ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ടി വരും ജങ്കാറിൽ ഉപയോഗിക്കുമ്പോൾ. ഇവിടെ നിന്ന് തന്നെ വാട്ടർ മെട്രോയും അവൈലബിൾ ആണ്. എന്തായാലും ഒരുപാട് ആളുകൾ ഈ സർവീസ് യൂസ് ചെയ്യുന്നുണ്ട്. ഒരിടെ ജങ്കാർ സർവീസ് നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. എനിക്ക് തോന്നുന്നത് 2022 വീണ്ടും പുനരാരംഭിക്കുന്നത്. അപ്പോൾ കൊച്ചി കാണാനാണ് നമ്മൾ പോകുന്നത്, അതും ഫോർട്ട് കൊച്ചി. എറണാകുളം നഗരത്തിൽ നിന്നും ഏകദേശം 12 കിലോമീറ്റർ റോഡ് മാർഗം അകലെയാണ് ഫോർട്ട് കൊച്ചി. ജലമാർഗം വെറും 1 കിലോമീറ്റർ. കേരള ചരിത്രത്തിൻ്റെ സുപ്രധാന പങ്ക് ഫോർട്ട് കൊച്ചിക്കുണ്ട്. കേരളത്തിലെ ആദ്യത്തെ യൂറോപ്യൻ ടൗൺഷിപ്പായിരുന്നു ഫോർട്ട് കൊച്ചി. ക്യൂൻ ഓഫ് അറേബ്യൻ സീ എന്ന് വെറുതെ പറയുന്നതല്ല, ഒരു രാജ്ഞിയുടെ പ്രൗഢി കൊച്ചിക്കുണ്ട്. ഉയരമുള്ള തുരുമ്പിച്ച ഈ 2 ഡ്രമ്മുകൾ ഒരു കാലത്ത് കപ്പലിനെ സമുദ്രത്തിന് കുറുകെ തള്ളുന്ന ശക്തമായ ബോയിലറുകളായിരുന്നു. കടലിനോട് ചേർന്ന് സാമാന്യം നല്ല ദൂരത്തിൽ ടൈൽ വിരിച്ച വൃത്തിയുള്ള നടപ്പാതയാണ് ഫോർട്ട് കൊച്ചിയിലുള്ളത്. നിങ്ങൾ മനുഷ്യർക്ക് മാത്രം മതിയോ ഈ ഒരു വൈബൊക്കെ എന്ന മട്ടിൽ ഇവനും ഇവിടെ ഇരിപ്പുണ്ട്. കുറച്ചു മുന്നോട്ട് നടന്നപ്പോൾ ഒരു കൊച്ചു ടൂറിസ്റ്റിനെ കണ്ടു. അവനും കടൽ എന്ന മഹാ അത്ഭുതത്തെ നോക്കിയിരിക്കുകയാണ്.
ചൂണ്ടയിടൽ കർമ്മമായി കുറച്ച് ആളുകൾ ഇവിടെ തിരക്കിലാണ്. പിന്നെ കുറച്ച് വ്യായാമവും. ഇനിയൊരു സ്പെഷ്യൽ ആളെ കാണാം വിത്ത് ഹിസ് പെറ്റ്. ഫീൽ പ്യുവർ ലവ്. ശക്തമായ അടിയൊഴുക്കുള്ളതിനാൽ അപകടം മുന്നിൽ കണ്ടുകൊണ്ട് ഇവിടെ ഇറങ്ങി കുളിക്കുന്നതിനും നീന്തുന്നതിനുമൊക്കെ ചില വിലക്കുകളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ദേ ആ കാണുന്നതാണ് കടൽ. വേണമെങ്കിൽ കണ്ടോ. താല്പര്യമില്ലെങ്കിൽ വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് ആസ്വദിച്ചേക്കാം എന്ന മട്ടിൽ ഒരു ബേബി. ഞായറാഴ്ച ദിവസവും മറ്റ് അവധി ദിവസങ്ങളിലും ഇവർക്ക് മറ്റ് ടൂറിസ്റ്റ് സ്ഥലങ്ങൾ എന്ന പോലെ ഇവിടെയും തിരക്കുണ്ടാവാറുണ്ട്. പക്ഷേ ഒരു മഴ പെയ്താൽ കച്ചവടം വെള്ളത്തിലാവും. മഴക്കാർ ആകാശത്തിൽ കാണുമ്പോൾ തന്നെ ഇവരുടെ മുഖത്ത് ആ ഒരു വിഷമം കാണാം. കച്ചവടക്കാരിൽ പ്രദേശവാസികളും അയൽ സംസ്ഥാനത്തിലെ ആളുകളും ഉണ്ട്. കൂടുതലായി കരകൗശല സംബന്ധമായ പ്രൊഡക്റ്റുകൾ ആണ് ഇവിടെ കാണുന്നത്. അതിന് കാരണം ഇതിൻ്റെ ആവശ്യക്കാരിൽ കൂടുതലും വിദേശികളാണ്. ഫോർട്ട് കൊച്ചി വിദേശികളുടെ ഒരു ബെസ്റ്റ് ചോയ്സ്. ചെറിയ വിലയിൽ ലഭിക്കുന്ന ഇമിറ്റേഷൻ ഗോൾഡ് ഓർണമെന്റ്സ്. ചോളം കൊണ്ടുണ്ടാക്കുന്ന ഒരു വിഭവമാണ് എന്നെനിക്ക് മനസ്സിലായി. വീഡിയോ എടുക്കുന്ന തിരക്കിന് കഴിക്കാനുള്ള സമയം കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം. തീർച്ചയായും ഭക്ഷണം വൃത്തിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. ഇവരുടെ പരിമിതിയിൽ നിന്നുകൊണ്ട് അത്യാവശ്യം വൃത്തിയായിട്ട് തന്നെയാണ് ഭക്ഷണങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. കാണുമ്പോൾ ഭയങ്കര സിമ്പിളാണ്. പക്ഷെ കുറച്ച് നേരം നോക്കി നിന്നാൽ വായിൽ വെള്ളമൂറും. അധികം ഐറ്റമൊന്നുമില്ല. പച്ച മാങ്ങയും പിന്നെ പൈനാപ്പിളും. ഒരുപാട് വെറൈറ്റിയുള്ള അത്തറുകളുടെ ഒരു കൗണ്ടറാണിത്. അതിൻ്റെ കൂട്ടത്തിൽ മോതിരങ്ങളുടെ ഒരു നല്ല കളക്ഷൻ കാണാം. ഈ കല്ലുകളൊക്കെ പതിപ്പിച്ചിട്ടുള്ള മോതിരങ്ങളുണ്ടല്ലോ, കാണാൻ നല്ല ഭംഗിയാണ്. കച്ചവടക്കാർ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് കുട്ടികളെയും സ്ത്രീകളെയുമാണ് എന്നാണ് എനിക്ക് തോന്നിയത്. മാച്ചസ് കൊണ്ട് പ്രവർത്തിപ്പിക്കുന്ന ഒരു തോക്ക്, പിന്നെ മെഹന്തി വുഡൻ ബ്ലോക്സ്. കുട്ടികളുടെ ഫേവററ്റ് ഐറ്റം കളർഫുൾ വിൻഡ് സ്പിന്നർ. പിന്നെ പുറകിലോട്ട് ഒരുപാട് അങ്ങ് ശ്രദ്ധിക്കേണ്ട. വേസ്റ്റ് ആണോ എന്ന് സത്യത്തിൽ എനിക്കറിയില്ല, കാരണം സ്മെല്ലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഈ കച്ചവടം ചെയ്യുന്ന പയ്യൻ സ്പെഷ്യൽ ഫോർ മീ. കാരണം പറയാം. ഇവനാണ് എന്നെ യൂട്യൂബറായി അംഗീകരിച്ച ലോകത്തിലെ ആദ്യത്തെ വ്യക്തി. കണ്ടില്ലേ, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ബ്രോ. രാവിലെ ആയതിനാൽ എല്ലാവരും കച്ചവടത്തിന് ഒരുങ്ങിയിരിക്കുകയാണ്. പക്ഷേ മഴ കുറച്ച് പ്രശ്നമാണ്. ലേഡീസിനുള്ള വെസ്റ്റേൺ ഔട്ട്ഫിറ്റിൻ്റെ ഒരു ചെറിയ കൗണ്ടറാണിത്. ഇവരുടെ പ്രൊഡക്റ്റുകൾ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള രീതി നല്ല ഭംഗിയാണ്. എനിക്ക് പേഴ്സണലി കണ്ടപ്പോൾ ഏറ്റവും കൂടുതൽ ഭംഗി തോന്നിയ ഒന്നാണ് ഈ കൂടക്കച്ചവടം. കാണാൻ നല്ല രസമാണ്. ഒരുപാട് കളർഫുൾ കൂടകൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്.
പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഓരോ മഴ വരുമ്പോഴും ഇദ്ദേഹം ഈ കുട ചുരുക്കി എടുത്തു വെക്കണം. പിന്നെ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നല്ല ഹാറ്റിൻ്റെ അടിപൊളി കളക്ഷനും ഉണ്ട്. മസാല ചായ, സമൂസ ചാട്ട്, പിന്നെ പാനിപ്പൂരിയൊക്കെ കിട്ടുന്ന ഒരു ചെറിയ സ്റ്റോളാണിത്. ഹാൻഡിക്രാഫ്റ്റിൻ്റെ കുറച്ച് വലിയൊരു സ്റ്റോളാണിത്. ഒരുപാട് വെറൈറ്റി ഹാൻഡിക്രാഫ്റ്റുകൾ ഇവിടെയുണ്ട്. ഹാൻഡിക്രാഫ്റ്റിനെ കുറിച്ച് പറയാൻ ഞാൻ ആളല്ല, കാരണം ഇതിനെക്കുറിച്ചിട്ടുള്ള അറിവ് വളരെ കുറവാണ് എനിക്ക്. പിന്നെ കാണാനുള്ള ഭംഗിയാണ് എന്നെ ഷൂട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. സീഷെല്ല് കൊണ്ടും പിന്നെ കൗക്ക്, ശംഖുകൾ കൊണ്ടുമുള്ള ഒരുപാട് പ്രൊഡക്റ്റുകൾ ഈ കൗണ്ടറിൽ കാണാം. പിന്നെ നല്ല ഭംഗിയുള്ള ക്യൂട്ടായ ഹാൻഡി മിറേഴ്സും കാണാം. ഫിഷ് ഇല്ലാതെ എന്ത് ഫോർട്ട് കൊച്ചി അല്ലേ? ഇതാണ് ഫോർട്ട് കൊച്ചിയിലെ ഒരു ചെറിയ ഫുഡ് സ്ട്രീറ്റ്. വിദേശ ഫുഡും അതുപോലെ തന്നെ നാടൻ ഫുഡും കിട്ടുന്ന ഒരുപാട് ഫുഡ് കൗണ്ടേഴ്സ് ഇതിനുള്ളിലുണ്ട്. പേര് ഈറ്റ് കൊച്ചി. അവസാനമായി ഇദ്ദേഹത്തിൻ്റെ ഒരു ഹാൻഡ് ഡ്രം പ്ലേ. അപ്പോൾ ഇതാണ് ഞാൻ കണ്ട ഫോർട്ട് കൊച്ചി. ഫോർട്ട് കൊച്ചിയിൽ ഇനിയും ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പക്ഷേ സമയപരിമിതി, മഴ, കാലാവസ്ഥ ഭയങ്കര മോശമാണ്. ഞാൻ ഇറങ്ങിയ പല സ്ഥലങ്ങളിലും ഏകദേശം എൻ്റെ ഒരു 2-3 മണിക്കൂറോളം മഴ കൊണ്ടുപോയി. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് കഴിഞ്ഞാൽ അടുത്തത് മട്ടാഞ്ചേരിയും ജൂ സ്ട്രീറ്റ്, ഇത് രണ്ടുമാണ് ഞാൻ കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ എപ്പിസോഡ് പൂർണ്ണമായിട്ട് കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അറിയണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായം, സജഷൻസ്, എൻ്റെ കയ്യിലുള്ള എക്യുപ്മെൻറ്റ്സിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ വർക്ക് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല ആദ്യത്തെ വർക്കുമാണ്. അപ്പോൾ നിങ്ങൾ സമയം കിട്ടുകയാണെങ്കിൽ കമൻറ്റ് വഴിയോ ഒക്കെ നിങ്ങളുടെ അഭിപ്രായം പറയാം. എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ അതനുസരിച്ചുള്ള ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ ശ്രമിക്കും. ഓക്കെ, ബൈ.